ഹായ്, നമസ്കാരം. നമ്മൾ രണ്ട് വീഡിയോകളിലായി GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യം GST എപ്പോഴാണ് ഒരു ബിസിനസ്സിൽ നിർബന്ധമാവുന്നത് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ഗുഡ്സ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആളുകൾ അവർക്ക് 40 ലക്ഷം രൂപ വരെ ടേൺ ഓവർ ലിമിറ്റ് കിട്ടുമെന്നും 40 ലക്ഷമാണ് അവരുടെ ത്രഷോൾഡ് ലിമിറ്റ് എന്നും അത് എത്തുമ്പോഴോ അത് കഴിഞ്ഞാലോ അവർ GST രജിസ്ട്രേഷൻ എടുക്കണമെന്നും നമ്മൾ പറയുകയുണ്ടായി, ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ, ഗുഡ്സ് ഒന്നും തന്നെ ഉൾപ്പെടാത്ത സർവീസാണ് ഇദ്ദേഹം മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 20 ലാക്സിൻ്റെ ത്രഷോൾഡ് ലിമിറ്റേ കിട്ടുകയുള്ളൂ എന്നും 20 ലാക്സോ അതിന് മുകളിലേക്ക് എത്തുകയോ ചെയ്യുമ്പോൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതുപോലെ നമ്മൾ രണ്ട് കാര്യങ്ങളും, ഗുഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിലും എന്താണ് അതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്നും എത്ര രൂപ ടേൺ ഓവർ ഒരു വർഷത്തെ ബിസിനസ് വരുമ്പോഴാണ് നമ്മൾ GST എടുക്കേണ്ടതെന്നും ആണ് നമ്മൾ ഒന്നാമത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് റെഫർ ചെയ്യുക, കാണുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഇനി രണ്ടാമത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കേണ്ടായത് ചില ആളുകൾ, ചിലവർ അവരുടെ ബിസിനസ്സിൽ രണ്ട് കാര്യങ്ങളും, അതായത് ഗുഡ്സ് വിൽക്കുന്നതിന് പുറമെ അവർ ചില സർവീസുകളും ചെയ്യും, സർവീസുകളും നൽകുന്നുണ്ടാവാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത്തരത്തിലുള്ള ആളുകൾക്ക് അപ്പോൾ എങ്ങനെയാണ് ത്രഷോൾഡ് ലിമിറ്റ് വരിക എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിൽ നമ്മൾ പറഞ്ഞ കാര്യം, ഈ രണ്ട് കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, മിക്സ്ഡ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരേ സമയം ഗുഡ്സ് വിൽക്കുകയും ചെയ്യുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു, രണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ടും ബില്ല് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾക്കും കൂടെ, രണ്ട് നേച്ചർ ഓഫ് ബിസിനസ്സിൽ നിന്നും, സർവീസ് പ്രൊവൈഡിൽ നിന്നും ഗുഡ്സ് വിൽക്കുന്നതിൽ നിന്നും രണ്ടിൽ നിന്നും കൂടെ അഗ്രിഗേറ്റ് ആയിട്ടുള്ള ടേൺ ഓവർ എത്രയാണെന്നുള്ളത് കണക്കാക്കി അതിനനുസരിച്ച് ആണ് ത്രഷോൾഡ് ലിമിറ്റ് തീരുമാനിക്കുക എന്നുള്ളതും അത് 20 ലാക്സിൻ്റെ ത്രഷോൾഡ് ലിമിറ്റേ ലഭിക്കുകയുള്ളൂ എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അതായത് പ്രോഡക്റ്റ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് 40 ലാക്സിൻ്റെ ടേൺ ഓവർ ലഭിക്കില്ല, 20 ലാക്സിൻ്റെ ടേൺ ഓവറേ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ, ത്രഷോൾഡേ അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സർവീസ് എലിമെൻ്റ് കൂടെ ആ ബിസിനസ്സിൽ ഉണ്ടായതുകൊണ്ട്, സർവീസിന് അഗെയിൻസ്റ്റ് ആയിട്ടും അദ്ദേഹം ബില്ല് ചെയ്യുന്നതുകൊണ്ട് 20 ലാക്സിൻ്റെ ടേൺ ഓവർ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായത്. അത്തരത്തിൽ ജനറലി നമ്മൾ രണ്ട് തരത്തിലുള്ള ബിസിനസ്സും, ഗുഡ്സും സർവീസും കൂടെ മിക്സ് ചെയ്തിട്ടും വരുന്നതായിട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടിലും പെടാത്ത, അതായത് 20 ലാക്സിൻ്റെയും 40 ലാക്സിൻ്റെയോ രണ്ട് രീതിയിലുമുള്ള ത്രഷോൾഡ് ലിമിറ്റും ലഭിക്കാത്ത ചില ബിസിനസ്സുകളുണ്ട്. ചില ബിസിനസ്സുകൾ തീർത്തും ആദ്യം മുതൽ തന്നെ നിർബന്ധമായും GST രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ബിസിനസ്സാണ്. അവർക്ക് 20 ലാക്സിൻ്റെ ത്രഷോൾഡോ 40 ലാക്സിൻ്റെ ത്രഷോൾഡോ ലഭിക്കുകയില്ല. അത്തരത്തിലുള്ള ചില ബിസിനസ്സുകൾക്ക് ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇൻഡർസ്റ്റേറ്റ് ആയിട്ട് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലുള്ള 20 ലാക്സിൻ്റെയോ 40 ലാക്സിൻ്റെയോ ത്രഷോൾഡ് ലിമിറ്റ് ലഭിക്കുകയില്ല. അവർ ആദ്യം തന്നെ, നേരത്തെ തന്നെ GST നിർബന്ധമായും എടുത്തിട്ട് വേണം ബിസിനസ് തുടങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകാനും. അതുപോലെ മറ്റൊരു ഗ്രൂപ്പ് ബിസിനസ്സുകാരാണ് കാഷ്വൽ ടാക്സബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. അങ്ങനെയുള്ള കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ഥിരമായിട്ടൊരു ബിസിനസ് ചെയ്യില്ല, ഒക്കേഷണലി അവർ ടാക്സബിൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സർവീസോ ഗുഡ്സോ കൊടുത്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്കും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 20 അല്ലെങ്കിൽ 40 ലാക്സിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ആളുകളാണ്, ബിസിനസ്സുകാരാണ് പേഴ്സൺസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്ന, ഗുഡ്സ് നൽകുന്ന അല്ലെങ്കിൽ സർവീസ് നൽകുന്ന ആളുകളല്ല ടാക്സിന് ലേബിൾ ആവുന്നത്, റെസിപ്പിയൻസ് ആണ്. അത് സ്വീകരിക്കുന്ന ആൾക്കാർ, ടാക്സബിൾ സർവീസസ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സപ്ലൈസ് സ്വീകരിക്കുന്ന ആൾക്കാർ നമ്മുടെ GSTക്ക് ലേബിൾ ആവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്ന, അത്തരത്തിൽ നേച്ചറുള്ള ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളുകളും ഈ പറഞ്ഞ ത്രഷോൾഡ് ലഭിക്കാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കണം. ഇനി മറ്റൊരു ഗ്രൂപ്പാണ് കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ യാതൊരു തരത്തിലുള്ള ടാക്സ് 20 ലാക്സിൻ്റെയോ 40 ലാക്സിൻ്റെയോ ത്രഷോൾഡ് ലഭിക്കുന്ന ആളുകളല്ല. പിന്നെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ്, ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകൾ ഇവിടെ ടാക്സബിൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ അവർക്കും
ത്രഷോൾഡ് ലഭ്യമല്ല. മറ്റൊരു വിഭാഗമാണ് പേഴ്സൺസ് ഹു റിസീവ്സ് ടാക്സബിൾ സർവീസസ് ഫ്രം മൾട്ടിപ്പിൾ സപ്ലയേഴ്സ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ടാക്സബിൾ സർവീസ് ലഭിക്കുകയും എന്നിട്ട് അതൊരു സിംഗിൾ യൂണിറ്റ് ആക്കിയിട്ട് ഒരൊറ്റ ഇൻവോയ്സിൽ തൻ്റെ ക്ലയൻറ്റിന് നൽകുകയും ചെയ്യുന്ന തരത്തിൽ നേച്ചറുള്ള ബിസിനസ്സുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള ആളുകൾക്കും ത്രഷോൾഡ് ലഭിക്കുന്നതല്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജനറലി പറയുമ്പോൾ നമ്മൾ ഈ 20 lakhs-ൻ്റെയും 40 lakhs-ൻ്റെയും ത്രഷോൾഡ് ലിമിറ്റ് ലഭിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ചില പ്രത്യേക തരത്തിലുള്ള എക്സെപ്ഷണൽ ബിസിനസ്സുകൾക്ക് ഇത്തരത്തിലുള്ള ലിമിറ്റ്സ് ത്രഷോൾഡ് ലഭിക്കാത്ത ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ ത്രഷോൾഡ് ലിമിറ്റ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ ആദ്യം മുതലേ GST രജിസ്ട്രേഷൻ എടുത്തിട്ടാണ് ബിസിനസ് ചെയ്യേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ബിസിനസ് ചെയ്യാൻ. നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള GST എക്സ്പേർട്സുമായി ബന്ധപ്പെട്ടുള്ള GST എക്സ്പേർട്സിനെ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ കാണുകയും അവരോട് ഒരു പ്രിലിമിനറി ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം, ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ബിസിനസ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വലിയ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോസുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ.